നമസ്കാരം, നിസാമാണ് ആൻഡ് വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാറ്റഗറി 1 റീസെൻ്റ് ആയിട്ട് നടന്ന പരീക്ഷയിൽ ചോദിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിന് നല്ലൊരു റിസപ്ഷൻ ആയിരുന്നു കിട്ടിയിരുന്നത് നിങ്ങളുടെ അടുത്തുനിന്ന്. ഇത്തവണ നമ്മൾ വന്നിട്ടുള്ളത് കാറ്റഗറി 2 ആ മാസം തന്നെ ജൂണിൽ നടന്നിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട ഗ്രാമർ വൊക്കാബുലറി ചോദ്യങ്ങളാണ് നമ്മൾ ഇത്തവണ എടുത്തിട്ടുള്ളത്. ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട, എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങളൊരു കാറ്റഗറി 2 പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഡാഷ് ബൈ ഹിസ് ലുക്സ് വൺ കുഡ് വെരി വെൽ സേ ദാറ്റ് ഹി വാസ് എ ജീനിയസ്. അവൻ്റെ ലുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അവനൊരു ജീനിയസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ലുക്സിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കുകയാണ്, നമ്മളൊരു ഒപ്പീനിയൻ ഉണ്ടാക്കുകയാണ് അല്ലേ. ഈ ലുക്സിൽ നിന്ന് നമ്മളൊരു ഒപ്പീനിയൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ജഡ്ജിങ് ഫ്രം അല്ലെങ്കിൽ ജഡ്ജിങ് ബൈ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, സെറ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫ്രേസ് ഉണ്ട്. ജഡ്ജിങ് ബൈ അല്ലെങ്കിൽ ജഡ്ജിങ് ഫ്രം എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഇംഗ്ലീഷിലുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം നോക്കിയിട്ട് നമ്മളൊരു ഒപ്പീനിയൻ ബേസ്ഡ് ഓൺ സംതിങ് നമ്മളൊരു ഒപ്പീനിയൻ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ അയാളുടെ ലുക്കാണ് ആ ബേസ് ചെയ്യുന്നത്. ആ ബേസിൽ ലുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാളൊരു ജീനിയസ് ആണെന്ന്. സോ അതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട്. അപ്പം ഇങ്ങനെയുള്ള സെറ്റായിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസിൻ്റെ ചോദ്യങ്ങളൊക്കെ കാറ്റഗറി 2 ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഇഡിയംസും കുറച്ച് എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കാറ്റഗറി 2 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നോക്കണേ നിങ്ങൾ, ദ പ്രൊഫസർ ഹാസ് എ യുണീക്ക് സ്റ്റൈൽ ഓഫ് ഓപ്പണിങ് ഹിസ് ലെക്ചർ ബൈ ഡാഷ് ഫ്രം ഓർഡിനറി എക്സാമ്പിൾസ്. അപ്പോൾ എന്താ പറയുന്നത്, പ്രൊഫസറിന് അയാളൊരു യുണീക്ക് സ്റ്റൈലാണ്, അയാൾ ഓർഡിനറി എക്സാമ്പിൾസിൽ നിന്നാണ് അയാളുടെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ബിഗിൻ എന്നുള്ള അർത്ഥത്തിൽ വേണം അല്ലേ. എവിടുന്നാ തുടങ്ങുന്നത്, ഓർഡിനറി എക്സാമ്പിൾസിൽ നിന്ന് തുടങ്ങിയിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടേക്കപ്പ് എന്ന് പറഞ്ഞാൽ ബിഗിൻ എന്നാണ് അർത്ഥം വരുന്നത്. ബിഗിൻ എ ഹോബി അല്ലെങ്കിൽ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഹോബി തുടങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടേക്കപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ ടേക്കിംഗ് അപ്പ് കൊടുക്കാൻ പറ്റുമോ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇവിടെ എന്താ സംഗതി, ഇവിടെ ഫ്രം ഓർഡിനറി എക്സാമ്പിൾസിൽ നിന്ന് തുടങ്ങുകയാണ്. ഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഡിനറി എക്സാമ്പിൾസിൽ നിന്ന് തുടങ്ങാണ്. ഓർഡിനറി എക്സാമ്പിൾസ് തുടങ്ങുന്നതല്ല. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത് നോക്കണം നിങ്ങൾ, ബിഗിൻ തുടങ്ങുന്നു, എ ഹോബി, ഇവിടെ എന്തുണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പം നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റിനെ തുടങ്ങാണ്. ഇവിടെ ബിഗിൻ എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റ് ഇല്ലാതെയാണ്, ഓർഡിനറി എക്സാമ്പിൾസിൽ നിന്ന് തുടങ്ങുകയാണ്. എന്താണ്, അയാളുടെ ലെക്ചർ തുടങ്ങുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ലെക്ചർ നേരത്തെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടേക്കപ്പ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ളത് എന്താണ്, ടേക്കിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ വിമാനം പുറപ്പെടുക, വിമാനം പുറപ്പെടുക, തുടങ്ങുക. ആ ഒരു ഐഡിയ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ടേക്കിംഗ് ഓഫിന് പറയാം. ടേക്കിംഗ് ഓഫ് ആണ് ഇവിടുത്തെ ആൻസർ. ടേക്കിംഗ് ഓഫ് ഫ്രം ഓർഡിനറി, അതായത് അയാളുടെ ലെക്ചർ അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അയാളുടെ ഒരു ലെക്ചറിന് വിമാനമായിട്ട് കാണാം. അപ്പോൾ അത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓർഡിനറി എക്സാമ്പിൾസ് നിന്നാണ് അത് പറന്നുയരുന്നത് എന്നുള്ളൊരു ഐഡിയയിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ആ ഒരു ലോജിക്കാണ് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. സോ ടേക്കിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ ബിഗിൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ വരുന്നത്. ടേക്കിംഗ് ഓൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചാലഞ്ച് ഏറ്റെടുക്കുന്നതിനെയാണ് ടേക്ക് ഓൺ കേട്ടോ. അക്സെപ്റ്റ് എ ചാലഞ്ച് ആണ് ടേക്കിംഗ് ഓൺ എന്ന് പറഞ്ഞാൽ, അക്സെപ്റ്റ് എ ചാലഞ്ച്. ഇനി നമ്മൾ ടേക്കിൻ എന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് കംപ്ലീറ്റ് ആയിട്ടൊരു സാധനം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക കേട്ടോ. അണ്ടർസ്റ്റാൻഡ് സംതിങ് കംപ്ലീറ്റ്ലി, അതിനാണ് നമ്മൾ ടേക്കിംഗ് ഇൻ എന്ന് പറയുന്നത്. സോ ഫ്രേസൽ വെർബിൻ്റെ ചോദ്യമായിരുന്നു. ഒരു ലേശം ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിത് കിട്ടുമായിരുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് ഡാഷ് ദിസ് ജങ്ചർ ദാറ്റ് വി ക്യാൻ സീ എ ട്വിസ്റ്റ് ഇൻ ദ സ്റ്റോറി. ഈ ജങ്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാണാൻ പറ്റും എന്ത്, ഒരു ട്വിസ്റ്റ്. അത് എൻ്റെ വേർഡാണെന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു സാധനം. ജങ്ചർ എന്താണ് എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് സംഗതി കിട്ടും. ജങ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെയാണ്, ഒരു ഇവൻറ്റ്, അതിലെ ഏറ്റവും ഒരു പോയിന്റിനെ കുറിച്ചിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ടൈമിലെ ഒരു സ്പെസിഫിക് പോയിന്റിനെ കുറിച്ചിട്ട് പറയുകയാണ്. അപ്പം ആ പോയിന്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, അറ്റ് ദിസ് പോയിന്റ് എന്നാ പറയാം അല്ലേ. അപ്പോൾ അറ്റ് ദിസ് ജങ്ചർ, ഇതൊരു സെറ്റായിട്ടുള്ള എക്സ്പ്രഷനാണ്.
അതായത് പോയിന്റ് ആണ്. അറ്റ് ദിസ് പോയിന്റ്, അറ്റ് ദിസ് ജങ്ചർ എന്ന് പറയുന്നത് സെറ്റ് എക്സ്പ്രഷൻ ആണ്. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇറ്റ് ഈസ് അറ്റ് ദിസ് ജങ്ചർ, അറ്റ് ദിസ് പോയിന്റ്, ഈ പോയിന്റിലാണ് അല്ലെങ്കിൽ ഈ ജങ്ചറിലാണ് എന്ത് സംഭവിക്കുന്നത്, ട്വിസ്റ്റ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. പിക്ക് ഔട്ട് ദ സെന്റൻസ് ദാറ്റ് എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ. ഇത് സ്ഥിരമായിട്ട് വരുന്ന സാധനമാണ്. തന്നിരിക്കുന്നതിൽ റിക്വസ്റ്റ്, അഡ്വൈസ്, ഇങ്ങനെയുള്ള ഒപ്പീനിയൻ, ഫാക്ട്, ഈ പറയുന്ന സെന്റൻസുകൾ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ. ആദ്യത്തെ യു ഷുഡ് ബ്രിങ് ദ ഫയൽസ് നൗ ഇറ്റ് സെൽഫ്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആണ്. സ്ട്രോങ് അഡ്വൈസ് കൊടുക്കാനാണ് നമ്മൾ ഷുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ അഡ്വൈസ് എന്നൊക്കെ നമുക്ക് പറയാം. രണ്ടാമത്തത് കുജു പ്ലീസ് ഗിവ് മീ സം ടൈം. കുജു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലായി നമുക്കതൊരു റിക്വസ്റ്റ് ആണ്. ഇനി അടുത്ത നോക്കൂ നിങ്ങൾ, ഐ വുഡ് റാദർ യു വെൻ ബൈ കാർ വെൻ യു ഗോ ഫോർ ദ വെഡിങ്. നീ വെഡിങ്ങിന് പോകുന്ന സമയത്ത് നീ കാറിൽ പോയാൽ മതി, അതാണ് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ്, അതായത് എൻ്റെ ഒപ്പീനിയൻ അതാണ്. നീ കാറിൽ പോകുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എൻ്റെ ഒപ്പീനിയൻ. അപ്പോൾ ഇവിടെയാണ് ഐ വുഡ് റാദർ യു വെൻഡ്. ഐ വുഡ് റാദർ യു വെൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെൻഡ് എന്ന് പറയുന്നത് പാസ്റ്റ് അല്ലേ? അതേ പാസ്റ്റ് ആണ്. ഐ വുഡ് റാദർ യു വെൻഡർ എന്നാ പറയുന്നത് അല്ലേ, വെൻഡ്. അപ്പോൾ ബാക്കിയുള്ള ഞാൻ എഴുതുന്നില്ല, എന്താ കാരണം മടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്, യുവിന് ശേഷം നമ്മൾ വെൻഡാ കൊടുത്തത്. ഈ V2 ആണ്. ഇത് V2 ആണെങ്കിലും ഈ സംഗതിയുടെ മീനിങ് എന്ന് പറയുന്നത് പ്രസൻറ്റാണ്. എന്തുകൊണ്ടാണ് അവിടെ V2 കൊടുത്താൽ അറിയാം നിങ്ങൾ? ഇവിടെ ഈ ചങ്ങാതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ V2 കൊടുക്കുക. സാധാരണ നമ്മൾ വുഡ് റാദറിന് ശേഷം വെർബിൻ്റെ ബേസ് രൂപ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വുഡ് റാദർ ഗോ ദർ. ഇവിടെ എന്തില്ല, ഇവിടെ ഞാൻ V2 കൊടുത്തിട്ടില്ല, പകരം ഗോ എന്നാ കൊടുത്തത്. എന്തുകൊണ്ടാണ് അറിയിക്കോ? ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. എൻ്റെ പ്രിഫറൻസ് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ അങ്ങ് ചെയ്താൽ, ഞാനാണ് ഇവിടെ സബ്ജക്റ്റ് ഉള്ളത്, ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയാണ്, എൻ്റെ പ്രിഫറൻസ് പറയാണ്. എന്നാൽ ഈ സെൻറ്റൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐ വുഡ് റാദർ യു, നീ അങ്ങനെ ചെയ്യുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ രണ്ടാമതൊരു സബ്ജക്റ്റ് കൂടെ നമ്മൾ വുഡ് റാദറിന് ശേഷം മറ്റൊരു സബ്ജക്റ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ശേഷം കൊടുക്കേണ്ട വേർബ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫോം ആയിരിക്കണം. ഐ വുഡ് റാദർ they stayed here. അവരിവിടെ നിൽക്കുന്നതാണ് എൻ്റെ പ്രിഫറൻസ്, എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ദേ ഉള്ളത് കൊണ്ട് വേർബിൻ്റെ രണ്ടാമത്തെ രൂപം കൊടുത്തു. അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്ട്രക്ചർ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് പറയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി നമ്മൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വീണ്ടും കൂടെ വരുമ്പോൾ ഹെർ നെയിം ഈസ് ക്ലിയോപാട്ര. അവരുടെ പേര് ക്ലിയോപാട്ര ആണ്. അതെന്താണ്, ഫാക്റ്റ് ആണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് ഒരു അഡ്വൈസ്, സ്ട്രോങ് അഡ്വൈസ് ഓർ ഇൻസ്ട്രക്ഷൻ, രണ്ടാമത്തേത് ഒരു റിക്വസ്റ്റ്, മൂന്നാമത്തേത് നമ്മുടെ ആൻസർ, നാലാമത്തേതാണ് ഒരു ഫാക്റ്റ് പറയാണ്. അപ്പം ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. തന്നിരിക്കുന്നതിൽ റിക്വസ്റ്റ് ഏതാണ്, കമാൻഡ് ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചില സെൻറ്റൻസുകളുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ്. അബിലിറ്റി പറയുന്നത്, ഒബ്ലിഗേഷൻ പറയുന്നത്, മോഡൽ ഓക്സിലറീസ് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയിട്ടുള്ള ഏരിയാസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോക്കസ് ചെയ്യാൻ നോക്കുക. ദെൻ ചില വുഡ് യു മൈൻഡ് പോലെയുള്ള ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിൽ പെട്ടതാണ് ഐ വുഡ് റാദർ എന്ന് പറയുന്നത്. അപ്പോൾ ചില സ്ട്രക്ചേഴ്സും മോഡൽ ഓക്സിലറി വെർബ്സിൻ്റെ യൂസേജും കൂടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഈസി ആയിട്ട് അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ഇനിയുള്ള ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള വീഡിയോയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ദാറ്റ് വാസ് ദ മൊമെന്റ് വെൻ ഹി റിയാക്റ്റഡ്. സോ ഇതിനെക്കുറിച്ചിട്ടുള്ള ചോദ്യമാണ്, അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണൊരു ആൻസറാണ്. ദാറ്റ് വാസ് ദ മൊമെന്റ്, അതായിരുന്നു അവൻ റിയാക്ട് ചെയ്ത സമയം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തിലും വെന്ന് കൊടുത്തിട്ടുണ്ട്. സോ എപ്പോഴും വെന്നാണ്. ദെൻ വെൻ ഹി റിയാക്റ്റഡ് ദാറ്റ് വാസ്. അപ്പം നമുക്ക് മനസ്സിലായി ഇത് പാസ്റ്റ് ടെൻസിലാണ്, സിമ്പിൾ പാസ്റ്റിലാണ് എന്നുള്ളത്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ആൻസർ എങ്ങനെയാണോ ചോദ്യവും അതേ ടെൻസിലായിരിക്കും.
ആൻസറും ചോദ്യവും ഒരേ ടെൻസിലായിരിക്കുമെന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പ്രസൻറ്റ് ടെൻസിൽ ചോദ്യവും പാസ്റ്റ് ടെൻസിൽ ആൻസറും വരില്ല. പാസ്റ്റ് ടെൻസിൽ ആൻസറും പ്രസൻറ്റ് ടെൻസിൽ ചോദ്യം രണ്ടും ഒന്ന് തന്നെ അല്ലേ? യെസ്, എന്തായാലും എന്ത് ചെയ്യില്ല, ഒരേ ടെൻസിലായിരിക്കും എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യനും ആൻസറും ഉണ്ടായിരിക്കേണ്ടത്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പം നമ്മൾ നോക്കുകയാണ് വെൻ ഡസ് ഹി റിയാക്ട്, തെറ്റിയില്ലേ, ഡസ് പ്രസൻറ്റ് ടെൻസ് ആണ്. ഇനി മൂന്നെണ്ണം ഉണ്ട്. വെൻ ഡിഡ് ഹി റിയാക്ട്, വെൻ ഡിഡ് ഹി റിയാക്റ്റഡ്, വെൻ ഹി റിയാക്റ്റഡ്. ഇതിൽ 3 കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ക്വസ്റ്റ്യൻസ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ്റെ ബേസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ മുന്നിൽ ഓക്സിലറി ഉണ്ടായിരിക്കണം. അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, WH ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. ബേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു നോർമൽ ഡിക്ലാറേറ്റീവ് സെൻറ്റൻസിനെ ഒരു ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിനെ വ്യത്യാസമാക്കുന്നത് അതിൽ ഓക്സിലറി സബ്ജക്റ്റിൻ്റെ പൊസിഷനിങ് ആണ്. ഒരു ഡിക്ലാറേറ്റീവ് സെൻറ്റൻസിൽ സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി. എന്നാൽ ഒരു ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഓക്സിലറിയെ കൊടുക്കണം. ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ ഒഴിവാക്കാം? വെൻ ഡിഡ് ഹി റിയാക്ട്, വെൻ ഡിഡ് ഹി റിയാക്റ്റഡ്, വെൻ ഹി റിയാക്റ്റഡ്. അതായത് ഇതിൽ ഓക്സിലറി പറയുന്നില്ല. അപ്പം അത് തെറ്റാണ്. ഇനി അടുത്തൊരു സാധനം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മുടെ ഡു, ഡസ്, ഡിഡ് ഇവക്ക് ശേഷം വേർബിൻ്റെ ബേസ് ഫോം മാത്രമേ വരികയുള്ളൂ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കുക. അതായത് നിങ്ങൾക്ക് ഡു പ്ലേ എന്ന് പറയാം, നിങ്ങൾക്ക് ഡു പ്ലേഡ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഡസ് പ്ലേ എന്ന് പറയാം, ഡസ് പ്ലേസ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഡിഡ് പ്ലേ എന്ന് പറയാം, നിങ്ങൾക്ക് ഡിഡ് പ്ലേഡ് എന്ന് പറയാൻ പറ്റില്ല. അതായത് ഈ പറയുന്ന സാധനങ്ങൾക്ക് ശേഷം വേർബിൻ്റെ ബേസ് രൂപം തന്നെയാണ് കൊടുക്കേണ്ടത്. അതായത് വേർബിൻ്റെ ഒന്നാമത്തെ രൂപം ഉണ്ടോ നോക്കുക. അതില്ലെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പം ചോദ്യത്തിലേക്ക് വരുമ്പം വെൻ ഡിഡ് ഹി റിയാക്റ്റഡ്, ഇവിടെ ED ഉണ്ട്, V2 ഉണ്ട്, അത് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് വെൻ ഡിഡ് ഹി റിയാക്ട്, വെൻ ഡിഡ് ഹി റിയാക്ട്. അപ്പോൾ ഡിഡ് ആയിക്കോട്ടെ, ഡസ് ആയിക്കോട്ടെ, ഡു ആയിക്കോട്ടെ, അതിനുശേഷം വേർബിൻ്റെ ബേസ് രൂപം വരണമെന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അപ്പം 3 കാര്യങ്ങൾ. ഒന്ന്, ടെൻസ് എന്ത് ചെയ്യണം, ഒരേപോലെ ആയിരിക്കണം, ക്വസ്റ്റ്യനും ആൻസറും ഒരേ ടെൻസ് ആയിരിക്കണം. രണ്ടാമത്തത്, ഒരു ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിൽ സബ്ജക്റ്റിൻ്റെ തൊട്ട് മുന്നേ ഓക്സിലറി വരണം. അതുകൊണ്ടാണ് നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത്, 4ാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തത്. ദെൻ ഡിഡ് ആയിക്കോട്ടെ, ഡസ് ആയിക്കോട്ടെ, ഡു ആയിക്കോട്ടെ, ഇതിന് ശേഷം വരുന്ന വേർബ് എന്ന് പറയുന്നത് ബേസ് രൂപത്തിലായിരിക്കും. അതുകൊണ്ടാണ് റിയാക്റ്റഡ് എന്ന് വന്നിട്ടുള്ള ഓപ്ഷൻ C നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ B ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഷി അഡ്മിറ്റഡ് ഹെർ മിസ്റ്റേക്ക് വെൻ ഷി ഡാഷ് 4 hours ബൈ ദ പോലീസ്. അപ്പോൾ നമ്മുടെ ആൻസർ ആണ് ചോദിക്കുന്നത്. നോക്കണം നിങ്ങൾ. ഹാഡ് ഇൻറ്ററോഗേറ്റ്, വാസ് ഇൻറ്ററോഗേറ്റഡ്, ഈസ് ഇൻറ്ററോഗേറ്റഡ്, ഹാവ് ബീൻ ഇൻറ്ററോഗേറ്റഡ്. എന്തായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? നോക്കണം നിങ്ങൾ. ഷി അഡ്മിറ്റഡ് ഹെർ മിസ്റ്റേക്ക് വെൻ ഷി ഡാഷ്. ഷി എന്ന് പറയുന്നൊരു സാധനം കണ്ടോ നിങ്ങൾ? അവൾ ഇൻറ്ററോഗേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇൻറ്ററോഗേറ്റ് എന്ന് പറഞ്ഞാൽ അവളെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ്. അപ്പം ഹാഡ് ഇൻറ്ററോഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ടെൻസ് തെറ്റിയിട്ടുണ്ട്. ഹാഡ് പ്ലസ് ഇൻറ്ററോഗേറ്റഡ് എന്ന് കൊടുക്കണം, V3 കൊടുക്കണം അല്ലേ? യെസ്, ഹാഡിന് ശേഷം V3 കൊടുക്കണം, തെറ്റാണ്. ദെൻ ഈസ് ഇൻറ്ററോഗേറ്റഡ്, വാസ് ഇൻറ്ററോഗേറ്റഡ്, ഹാവ് ബീൻ ഇൻറ്ററോഗേറ്റഡ്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഷീ അഡ്മിറ്റഡ്, ഇത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റില്ല? പ്രസൻറ്റ് ടെൻസുകൾ രണ്ടും കൊടുക്കാൻ പറ്റൂല. ഷീ വാസ് ഇൻറ്ററോഗേറ്റഡ് 4 hours ബൈ ദ പോലീസ്. ഷീ അഡ്മിറ്റഡ് ഹെർ മിസ്റ്റേക്ക് വെൻ ഷീ വാസ് ഇൻറ്ററോഗേറ്റഡ്. ശരിക്കും ഇവിടെ എന്ത് വരണ്ടിന്നറിയോ? ഷീ ഹാഡ് ബീൻ ഇൻറ്ററോഗേറ്റഡ് എന്നുള്ള സാധനം വേണ്ടിയിരുന്നു. ഷീ ഹാഡ് ബീൻ ഇൻറ്ററോഗേറ്റഡ് 4 hours ബൈ ദ പോലീസ്. എനിയാവും ഇതെന്താണ് നമ്മുടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ B ആണ്. അപ്പം ടെൻസ് എപ്പോഴും എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. ഇവിടെ അഡ്മിറ്റഡ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പുറത്ത് അത് കൊടുക്കാൻ പറ്റില്ല. സോ ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ. ഷീ അഡ്മിറ്റഡ് ഹെർ മിസ്റ്റേക്ക് വെൻ ഷീ വാസ് ഇൻറ്ററോഗേറ്റഡ് 4 hours ബൈ ദ പോലീസ്.
സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇഫ് ഇറ്റ് റെയിൻസ് ഫോർ സം മോർ ടൈംസ് ഡാഷ്. ഇവിടെ എന്താണ് ഇറ്റിന് ശേഷം കൊടുത്ത വേർബ് V1 അല്ലേ? റെയിൻസ് എന്നല്ലേ കൊടുത്തത്, പ്രസന്റ് അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഫസ്റ്റ് കണ്ടീഷണലാണ്. ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ വില്ലല്ലേ കൊടുക്കുക, അപ്പോൾ വുഡുള്ള 2 ഓപ്ഷൻസ് ഒഴിവാക്കി. ഇനി ദേ വിൽ ഓപ്പൺ ദ ഷട്ടേഴ്സ്, ദേ വിൽ ബി ഓപ്പൺഡ്. വിൽ ബി ഓപ്പൺഡ് എന്ന് പറഞ്ഞാൽ പാസീവായി സ്ട്രക്ചർ. പക്ഷെ ഇവിടെ ആരാ പ്രവൃത്തി ചെയ്യുന്ന ആളെയും കൊടുത്തിട്ടുണ്ട്. പ്രവൃത്തി ചെയ്യുന്ന ആളുടെ കൂടെ പാസീവ് വോയിസിലെ വെർബ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അവരാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ഷട്ടേഴ്സ് ആണെങ്കിൽ ദ ഷട്ടേഴ്സ് വിൽ ബി ഓപ്പൺഡ് എന്ന് കൊടുക്കാമായിരുന്നു. ഇത് ഇവരാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരണം? ദേ വിൽ ഓപ്പൺ ദ ഷട്ടേഴ്സ് ഓഫ് ദ ഡാം അല്ലേ? അപ്പോൾ അതാണ് വരേണ്ടത്. സോ പാസീവ് ആണ് ആക്റ്റീവ് ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതായത് നമ്മൾ പറയുന്ന സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആൾക്ക് സ്വയം പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ? അവർക്ക് സ്വയം പ്രവൃത്തി ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്റ്റീവ് വോയിസിൽ കൊടുക്കുക വിൽ ഓപ്പൺ. ഇനി ഷട്ടേഴ്സ് ആ കൊടുക്കുന്നത്. ഷട്ടേഴ്സ് ആണെങ്കിൽ ഷട്ടേഴ്സ് വിൽ ബി ഓപ്പൺഡ്. ഷട്ടേഴ്സിന് ഒറ്റക്ക് തുറക്കാൻ പറ്റൂല, അവരെ ആരെങ്കിലുമൊക്കെ തുറക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഷട്ടേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ വിൽ ബി ഓപ്പൺ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ആൾ എങ്ങനത്തെ ആളാണെന്ന് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈസിയാണ് ആൻസർ കേട്ടോ, ചെയ്യാൻ പറ്റും. ഇനി അടുത്തത്, ദ ഡോക്ടർ അഡ്വൈസസ് സർജറി സെഡ് മദർ. ഇവിടെ സെഡ് ആണ് അല്ലേ? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ടെൻസ് മാറ്റണം. അഡ്വൈസസ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആവുന്നത് നോക്കൂ നിങ്ങൾ. സെഡ് ദാറ്റ് ദ ഡോക്ടർ അഡ്വൈസസ് പ്രസന്റ് ടെൻസ് ആണ്. സെഡ് ദാറ്റ് ദ ഡോക്ടർ അഡ്വൈസിങ് തെറ്റാണ്. ഹാവ് ബീൻ അഡ്വൈസിങ് തെറ്റാണ്. ദ ഡോക്ടർ അഡ്വൈസ്ഡ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പം നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് ആകുമ്പോൾ എന്ത് ചെയ്യാം? ഒരു 95% ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? ടെൻസ് മാറ്റേണ്ടി വരും. ടെൻസ് മാറ്റേണ്ടാത്തത് ചില 1-2 സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ടെൻസ് മാറ്റുന്നൊരു ചോദ്യം ആയതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് കൊടുത്തത്? അഡ്വൈസ്ഡ് സർജറി എന്നുള്ള സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്. സോ റിപ്പോർട്ട് സ്പീച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു റീച്ച് ഔട്ട് ടു ദ പീപ്പിൾ ഇൻഹാബിറ്റിംഗ് ദ ഏരിയാസ് അക്രോസ് ദ റിവർ. റീച്ച് ഔട്ട്, റീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുമായിട്ട് ടച്ച് ചെയ്യുക എന്നല്ല, ഗെറ്റ് ഇൻ ടച്ച് കേട്ടോ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ. ടു ഇൻറ്ററാക്ട്. അപ്പോൾ അതായത് എല്ലാം ഇവിടെ ആൻസർ ആയിട്ട് വരും കേട്ടോ. യെസ്. ഇനി അടുത്തത്, ഇഫ് ഷീ ഈസ് ഗുഡ് ഡാഷ് സിംഗിങ് വി ഷുഡ് ഹെൽപ്പ് ഹർ ബിക്കം സക്സസ്ഫുൾ. അപ്പോൾ സിംഗിങ് എന്ന് പറയുന്നതിൽ ഇവളുടെ അബിലിറ്റി പറയണം. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഗുഡ്, ബാഡ് പോലുള്ള അജക്റ്റീവുകൾക്ക് ശേഷം ഒരു അബിലിറ്റി പറയുകയാണ്. ആ അബിലിറ്റിയിൽ ഇവർ ഗുഡാണ്, ബാഡാണ്, ടെറിബിൾ ആണ്, എക്സലൻ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഗുഡ് അറ്റ് സംതിങ്. ഷീ ഈസ് ഗുഡ് അറ്റ് സ്പീക്കിംഗ്, ഷീ ഈസ് ഗുഡ് അറ്റ് ഡാൻസിങ്, ഷീ ഈസ് ബാഡ് അറ്റ് റൈറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയുകയാണ്. അപ്പോൾ ഗുഡ്, ബാഡ് പോലെയുള്ള അജക്റ്റീവുകൾ ഒരാളുടെ ഒരു കാര്യത്തിലുള്ള അബിലിറ്റി പറയുന്ന, അതിനെ റേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ അതിനുശേഷം മറ്റാണ് കൊടുക്കട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി അടുത്ത ചോദ്യം, ഐ ആം ടയേർഡ് ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് വർക്കിംഗ് ആൻഡ് റെസ്റ്റ്. ഇത് കൃത്യമായിട്ട് ആ സ്ട്രക്ചർ അറിഞ്ഞാൽ നമുക്ക് ചെയ്യാം. കോൾ ഇൻ എ ഡേ അല്ല, കോൾ ഓൺ ദ ഡേ അല്ല, കോൾ അപ്പ് ദ ഡേ അല്ല, ഇഡിയമാണിത്. കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞൊരു സെറ്റായിട്ടുള്ള എക്സ്പ്രഷനാണ്. അപ്പോൾ സ്റ്റോപ്പ് വർക്കിംഗ് ആൻഡ് റെസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഞാൻ ടയേർഡ് ആയിട്ടുണ്ട്, നമുക്ക് നിർത്തിയാലോ എന്ന് ചോദിക്കുന്നൊരു ഐഡിയ ഉണ്ടല്ലോ, ആ സാധനമാണത്. ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. അപ്പോൾ കോൾ ഇറ്റ് എ ഡേ എന്നാണ് വരുന്നത് കേട്ടോ. കോൾ ഇറ്റ്, അതിനെ വിളിക്കാം. ഡേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയി എന്നുള്ളത് പറയാണ് നമ്മൾ കേട്ടോ. സോ അത് ഓർത്തിരിക്കും. ഇനി അടുത്തത്, ലെറ്റ്സ് ഗെറ്റ് ദ ബോൾ റോളിങ്. ഗെറ്റ് ദ ബോൾ റോളിങ്, അതായത് നമ്മൾ ബോളിനെ റോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ തുടങ്ങുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്നതാണ്. ഗെറ്റ് ദ ബോൾ റോളിങ് എന്ന് പറഞ്ഞാൽ ടു ഗിവ് എ സ്റ്റാർട്ട്. അതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ബാക്കിയൊക്കെ അതിൻ്റെ ലിറ്ററൽ മീനിങ് ആണ്. നോക്കുക നിങ്ങൾ, മാനുഫാക്ചറിങ് ബോൾസ്, എക്സസൈസ് ബൈ റോളിങ്, ഈ സാധനങ്ങളൊക്കെ എന്താ അതിൻ്റെ ലിറ്ററൽ മീനിങ്. അതല്ല, ഇഡിയത്തിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മീനിങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ദ സ്പീക്കർ വാണ്ട്സ് ടു ഗീവ് എ ഗുഡ് സ്റ്റാർട്ട്. ഒരു നല്ലൊരു സ്റ്റാർട്ട് ആവശ്യമുണ്ട് എന്ന് പറയാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, വി വെൻ ഫോർ പ്രാക്ടീസ്. ഇവിടെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? വെൻ ഫോർ പ്രാക്ടീസ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രാക്ടീസ് 2 ഉണ്ട്. ഒന്ന് SC വരുന്നതുണ്ട്, ഇവിടെ കൊടുത്തതുപോലെ
സി വരുന്നതുണ്ട്. അതേപോലെ അഡ്വൈസ് എന്ന് പറയുന്ന സാധനമുണ്ട്, SC വരുന്നതുണ്ട്, അഡ്വൈസ് എന്ന് പറയുന്ന CE വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ CE വരികയാണെങ്കിൽ, അവസാനം CE വരികയാണെങ്കിൽ അത് നൗൺ ആയിരിക്കും. അവസാനം SC ആണ് വരികയാണെങ്കിൽ അത് വേർബ് ആയിരിക്കും. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറയുന്നത് SC ആണെങ്കിൽ അത് വേർബ്. ലെറ്റ്സ് പ്രാക്ടീസ്, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഷീ അഡ്വൈസ്ഡ് മീ, അവൾ എന്നെ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ C വരികയാണെങ്കിൽ നോക്കണം നിങ്ങൾ, ഫോർ പ്രാക്ടീസ്, മൈ പ്രാക്ടീസ് സെക്ഷൻ, ഷീ ഗേവ് മീ സം അഡ്വൈസ്. അപ്പോൾ അതാണ് വരുന്നത്. അപ്പോൾ ഇത് നൗൺ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അവസാനം C ആണെങ്കിൽ നൗണ്, അവസാനം SC ആണെങ്കിൽ അത് വേർബ്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, ദ സർജറി വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 8 hours. ഇവിടെയും നമ്മളോട് ഒരു ഇൻറ്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞു അല്ലേ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറഞ്ഞു. ഹൗ മച്ച് ലോങ് വിൽ ദ സർജറി ടേക്ക്? ഈ മച്ച് ലോങ് എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. ഹൗ മച്ച് ടൈം എന്നാണെങ്കിൽ ഓക്കെ ആയിരുന്നു, ഹൗ മച്ച് ലോങ് ആണ് തെറ്റ്. ഹൗ ലോങ് വിൽ ദ സർജറി ടേക്ക് കറക്റ്റ്. ഹൗ മച്ച് ടൈം സർജറി ടേക്ക്, ഹൗ മച്ച് ടൈം ഓക്കെ, ഹൗ മച്ച് ടൈം എന്ന് ഓക്കെ. പക്ഷേ ഇവിടെ ഓക്സിലറിയുടെ, ഞാൻ ക്വസ്റ്റ്യനിൽ ഓക്സിലറി വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ സബ്ജക്റ്റിൻ്റെ മുന്നേ, വിൽ എന്നുള്ള സാധനം ഇവിടെ ഇല്ല, തെറ്റ്. ദെൻ ഹൗ ലോങ് സർജറി വിൽ ടേക്ക്, ഞാൻ പറഞ്ഞിരുന്നു സർജറി ആണ് സബ്ജക്റ്റ്, സബ്ജക്റ്റിൻ്റെ മുന്നേ ആണ് ഓക്സിലറി വരേണ്ടത്. അപ്പോൾ റോങ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, റോങ് സ്ട്രക്ചർ. അതുകൊണ്ട് ഓപ്ഷൻ ഡിയും തെറ്റ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിൻ്റെ മുന്നേ നമ്മൾ വേർബ് കൊടുക്കണം, അതായത് ഓക്സിലറി വേർബ്. ഹൗ ലോങ് വിൽ ദ സർജറി, ഇവിടെ സർജറിൻ്റെ കൂടെ എന്തും കൊടുത്തിട്ടില്ല, ദ എന്ന് പറയുന്ന ആർട്ടിക്കിളും കൊടുത്തിട്ടില്ല കേട്ടോ, അതും തെറ്റാണ്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദ മൂവി ഡാഷ് ടു ബി ഗ്രേറ്റ് ഹിറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് കോൺട്രവേഴ്സീസ്. സോ ആ മൂവിക്ക് ഭയങ്കര കോൺട്രവേഴ്സീസ് ഉണ്ട്, എന്നിരുന്നാലും അവസാനം അതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹിറ്റായി മാറി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ടേൺഡ് ഔട്ട്, റിസൾട്ടഡ് ഇൻ എന്നുള്ള അർത്ഥത്തിലാട്ടോ, റിസൾട്ടഡ് ഇൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്നതാണ്, അതിൻ്റെ റിസൾട്ട് അങ്ങനെ ആയി മാറി എന്നാണ്. ടേൺ അപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫ്രേസൽ വെർബാണ് ടേണിൻ്റെ, അപ്പിയർ എന്നുള്ള അർത്ഥത്തിലാണ്. ദ ചീഫ് ഗസ്റ്റ് ടേൺഡ് അപ്പ് ഓൺ ടൈം, കൃത്യസമയത്ത് ചീഫ് ഗസ്റ്റ് വന്നു. ടേൺ ഇൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനം സബ്മിറ്റ് ചെയ്യുക, നമ്മുടെ അസൈൻമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടേൺ ഇൻ എന്ന് വിളിക്കും. ടേൺ അവേ എന്ന് പറയുമ്പോൾ റിജക്റ്റ്, നിങ്ങളൊരു കുട്ടിയോട് ഇഷ്ടം പറയുന്നു, ആ കുട്ടി റിജക്റ്റ് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ ടേൺഡ് അവേ എന്ന് പറയും കേട്ടോ. യെസ്, പ്രപ്പോസൽസ് കാര്യങ്ങളൊക്കെ ടേൺ അവേ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്ന കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ദ ഗ്രാസ് ഈസ് ഓൾവേസ് ഗ്രീനർ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഫെൻസ്. ഗ്രാസ് ഈസ് ഗ്രീനർ ഒരു ഇടിയാണ് അല്ലേ. ദർ ഈസ് ഗ്രാസ്, ദർ ഈസ് ആണ് ഗ്രാസ് ഓൺ ദ പ്ലോട്ട്, ഗ്രാസ് ഈസ് ഓൾവേസ് ഗ്രീൻ, ദർ വാസ് ഗ്രേറ്റ് ഗ്രാസ് നിയർ ദ ഫെൻസ്. ഈ മൂന്ന് നോക്കണേ നിങ്ങൾ, ലിറ്ററൽ മീനിങ് ആ പറഞ്ഞത്, അതായത് ആ സെൻറ്റൻസിനെ അതിൽ ഗ്രാസിനെ കുറിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പറയണം. ആക്ച്വലി ഇഡിയം എന്ന് പറയില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് ആയിരിക്കില്ല. അപ്പോൾ ദ തിങ്സ് ദാറ്റ് ലുക്ക് അമേസിങ് ഫ്രം എ ഡിസ്റ്റൻസ് മേ നോട്ട് ബി സോ. ദൂരത്തുനിന്ന് ആ നല്ല ലുക്കാണ്, പക്ഷെ അടുത്തെത്തുമ്പോൾ എന്ത് ചെയ്യില്ല, അങ്ങനെ ആയിരിക്കും. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാസ് ഈസ് ഓൾവേസ് ഗ്രീനർ ഓൺ ദ അതർ സൈഡ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പറയുന്ന ഇടി കേട്ടോ. സോ അത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ഗ്രീക്ക് ടു മീ എന്ന് പറയുന്ന ഇടിയാണ്. ഗ്രീക്ക് എന്ന് പറഞ്ഞ ഒരു ഭാഷയാണ്. ഈ ഭാഷ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലാറ്റിനും ഗ്രീക്കും ഒക്കെ പഠിച്ചെടുക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അവർ പറയും, ആ ഇത് ഗ്രീക്ക് പഠിക്കുന്നത് പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ഗ്രീക്ക് ടു മീ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡിഫിക്കൽട്ടാണോ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, അതിനൊക്കെ നമ്മൾ പറയും ഗ്രീക്ക് ടു മീ, അല്ലെങ്കിൽ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇത് പണ്ട് കേട്ടറിന് ചോദിച്ചതാ, പണ്ട് ഇതേ ഒരു സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടറിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം കേട്ടോ കേട്ടിട്ട്. സോ അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദർ വാസ് നോ ക്ലൂ ആസ് ടു വാട്ട് ഹാപ്പൻഡ്. എന്താ സംഭവിച്ചതെന്നുള്ളതിനൊരു ക്ലൂ ഇല്ല. ദ ഓൾഡ് വുമൻ സ്റ്റാർട്ടഡ് നരേറ്റിംഗ് ദ ഇൻസിഡൻറ്റ്. അപ്പം ഓൾഡ് വുമൻ ആ ഇൻസിഡൻസ് നരേറ്റ് ചെയ്യുന്നത് വരെ അവിടെ ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുവരെ നമ്മൾ പറയുന്ന ഒരു സാധനത്തിൻ്റെ ആ പോയിന്റ് വരെ അല്ലേ, അവിടെ എന്താ പറയുന്നത്, ഒരു സെർട്ടൻ പോയിന്റ് ഇൻ ടൈം അവർ നരേറ്റ് ചെയ്യുന്നത് വരെ. അപ്പം നമ്മൾ കൊടുക്കുന്ന സാധനമാണ് അൺടിൽ എന്ന് പറയുന്ന കൺജങ്ഷൻ. അപ് ടു ദ
അപ് ടു എ സർട്ടൻ പോയിന്റ് ഇൻ ടൈം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അൺടിൽ കൊടുക്കുക. എന്നാൽ അപ് ടു എന്ന് പറയുന്ന പ്രൊപ്പസിഷൻ ആണ്. പ്രൊപ്പസിഷൻ ഇവിടെ കൊടുക്കാൻ പറ്റില്ല, രണ്ട് ക്ലോസ് ആണ്. ടിൽ ദെൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സമയത്തെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്പെസിഫിക് ടൈം മെൻഷൻഡ് ഏർലിയറിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാണ്. അതായത് നേരെ ഓൾറെഡി നമ്മൾ ആദ്യം പറഞ്ഞു വെക്കുക, ഇവള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുവരെ. ടിൽ ദെൻ എന്ന് പറഞ്ഞാൽ അതുവരെ തന്നെയാണ്. ടിൽ ദെൻ അവിടെ ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല. ദ പോലീസ് ഹാഡ് നോ ക്ലൂ ടിൽ ദെൻ. അതുവരെ അവർക്ക് ക്ലൂ ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു കാര്യം പറയണം, എന്നിട്ടാണ് നമ്മൾ ടിൽ ദെൻ കൊടുക്കുക. അപ്പോൾ ടിൽ ദെൻ ഇവിടെ ആൻസർ ഇല്ല. ഓൺ വെൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലൊരു തെറ്റായിട്ടുള്ള അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇംഗ്ലീഷിലില്ല കേട്ടോ. ഇനി നമ്മൾ അവസാനത്തെ ചോദ്യം, നോ വൺ വാസ് അറൗണ്ട് ടു ഹെൽപ്പ് അസ് വെൻ വി സ്ട്രഗിൾഡ് ഫൈനാൻഷ്യലി. ചില ആളുകളെങ്കിലും തെറ്റിച്ചിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, നോ വൺ വാസ് അറൗണ്ട് ഇവിടെ കൊടുത്തത് നോക്കണമെങ്കിൽ ദർ ആണ് കൊടുത്തത് അല്ലേ. ദർ. സാധാരണ നോ വണ്ണിന് നമ്മൾ എന്താ എടുക്കാറ്? നോ വൺ, സം വൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ദേ ആണ് എടുക്കാറുണ്ടായിരുന്നു അല്ലേ. ദേ ഒരു പ്ലൂരലാണ്. അത് പ്ലൂരൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വോസിന് പകരം വേർ എടുക്കും അല്ലേ. അതാണ് നമ്മൾ ചെയ്യാറ്. പക്ഷെ ഇവിടെ ദർ ആ കൊടുത്തത്. ആക്ച്വലി ഈ സെന്റൻസ് നമ്മൾ വ്യക്തികളിലേക്കാൾ കൂടുതൽ എന്താണ് വരുന്നത്? അവിടെ അവരുടെ എക്സിസ്റ്റൻസ് ഉണ്ട്, അവർ പ്രസന്റ് ആണ് ആബ്സെന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആക്ച്വലി സെന്റൻസ് എന്ന് പറഞ്ഞാൽ സെന്റൻസ് ഇങ്ങനെയാണ്, ദർ വോസ് നോ വൺ. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ദർ എന്ന് പറയുന്നതിനും ഈ വോസ് ഒന്നും കൂടെ കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ വോസ് ദർ എന്നാണ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ വേർ ഇൻ ദർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റും. ഇനി ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. നമ്മൾ ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായത് നോ വണ്ണിനെ ദേ ആണ് എടുക്കുക, ദെൻ വോസ് ഉള്ളത് വേർ. അപ്പൊ വേർ ദേ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ടാഗും നമുക്ക് എടുക്കാം. അപ്പം നിങ്ങൾ ഏത് രീതിയിലാണ്, ഏത് പെർസ്പെക്റ്റീവിലാണ് ഇതിനെ കാണുന്നത് എന്നനുസരിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഇവിടെ അറൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ എക്സിസ്റ്റൻഷ്യൽ സെൻറ്റൻസ് ആണത്. അതായത് ഒരു സാധനം അവിടെ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്ന് പറഞ്ഞു തരുന്ന ഒരു സാധനമാണ്. അപ്പം നിങ്ങൾ ആ വ്യക്തികൾക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെറുതെ കൊടുക്കാം. ഇനി വ്യക്തികൾക്ക് പകരം അവരുടെ എക്സിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ദർ വാസ് നോ വൺ വാസ് ദർ എന്നുള്ളൊരു ഐഡിയയിൽ നമുക്ക് എടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചോദ്യം കുറച്ച് ഒരു ബിറ്റ് നല്ലൊരു ചോദ്യമായിരുന്നു, ഒരു ബിറ്റ് ഈസി ചോദ്യമായിരുന്നു. ഈസിയാണ്, ബിറ്റ് കൺഫ്യൂസിങ്ങും ആണ് അറ്റ് ദ സെയിം ടൈം. സോ ഇത്രയായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് എന്ത് ചെയ്യണം, സെറ്റ് എക്സ്പ്രഷൻസ്, ഇഡിയംസ്, ദെൻ കുറച്ചുകൂടെ ഫങ്ഷണൽ ഇംഗ്ലീഷ് ഉണ്ട്. ഫങ്ഷണൽ ഇംഗ്ലീഷ് ഈ സാധനങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ ചോദ്യങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സെറ്റ് ആയിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് പറയുന്നുണ്ട്, ഇഡിയംസ് കുറച്ചധികം ചോദിക്കുന്നുണ്ട്. ദെൻ ഫങ്ഷണൽ ഇംഗ്ലീഷ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒപ്പീനിയൻ ആണോ, ഫാക്റ്റ് ആണോ, റിക്വസ്റ്റ് ആണോ, കമാൻഡ് ആണോ, ഓർഡർ ആണോ, ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേട്ടറ്റ് കാറ്റഗറി 2 ഇംഗ്ലീഷിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങളും ഇതിന് മുന്നേ നടന്നിട്ടുള്ള പരീക്ഷകളിലെ ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാണുന്നവരേക്കും മക്കളെ, താങ്ക് യു ഓൾ ട്ടോ. യെസ്.